എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു അശ്വനി പർപ്പിൾ ചേച്ചി എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. 1 കോടി രൂപ മാസ വരുമാനം സബ്സ്ക്രിപ്ഷനിലൂടെ മേടിക്കുന്ന ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പുള്ളിക്കാരത്തി കാഞ്ഞിരപ്പള്ളിക്കാരിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അറിയത്തില്ല കേട്ടോ എവിടുത്തെ കാര്യമാണെന്ന്. എന്നാലും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ ചെയ്തിരുന്ന ഒരു പയ്യനെ പോലീസിനെ കൊണ്ട് ഇടിപ്പിച്ച് അന്നേരം തന്നെ സെക്കൻഡിനുള്ളിൽ പോലീസ് പിടിച്ച് ഇടി കൊടുത്തു. പിന്നെ ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ID കാർഡ് ഉപയോഗിച്ച് ട്രോള് കടന്നിട്ട് അത് മറ്റൊരു റിട്ടയർഡായ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പം അയാളെ പോവില്ലേ, നിനക്കൊക്കെ വേറെ പണിയില്ലേ, റിട്ടയർഡ് ആയില്ലേ, വീട്ടിൽ പോയിരിക്കുക എന്നുള്ള രീതിക്ക് മറുപടി കൊടുത്തു. അങ്ങേരെ അത് വിട്ടില്ല, അങ്ങേരെ അത് കേസുമായിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ 1-2 വിവരങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരത്തിയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ ഇന്ന് പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ട്, അതായത് 1 കോടി രൂപ മാസ വരുമാനമുള്ള പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആർക്കും അറിയില്ല. അപ്പൊ ഒന്ന് വാർത്ത വായിച്ച് കേൾപ്പിക്കാം. അശ്വനി എന്നാണ് കേട്ടോ പേര്, പർപ്പിളിനാണ് ഇതിന്റെ പേര്. അശ്വനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണാനില്ല, പൊട്ടിക്കെറിഞ്ഞ ആരാധകർ. 30,000 സബ്സ്ക്രിപ്ഷനും 1 കോടി വരുമാനവും ഉള്ള അക്കൗണ്ടാണ് ഇൻസ്റ്റാഗ്രാം സസ്പെൻഡ് ചെയ്തത്. ശരിക്കും ഇൻസ്റ്റാഗ്രാം ഇത് സസ്പെൻഡ് ചെയ്താൽ ഇതിൻ്റെ അകത്തൊരു തെറ്റുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാം ആ പൈസ എടുക്കില്ലേ, അതൊന്നും ആലോചിച്ചേ. എനിക്കങ്ങനെ തോന്നി കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നത് എന്തൊരു തെണ്ടിത്തരോ. അല്ലാതെ ഇത് നല്ല കാര്യമല്ല. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചെയ്ത വീഡിയോയും കൂടെ ഇങ്ങനെയാണ്. അന്നാരാജൻ, അഞ്ജിത രേണു, അന്നാരാജൻ ഇവരൊക്കെ ഇതിലോട്ടുണ്ട്. നേരത്തെ അന്നാരാജൻ തുടങ്ങിയ 2 ദിവസമേ ഉള്ളൂ. ഇന്നലെ എങ്ങാണ്ട് 2 ലക്ഷമോ 2.5 ലക്ഷമോ എങ്ങാണ്ട് ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂർ കൊണ്ട് അന്നാരാജൻ മേടിച്ചു. അശ്വിനിയുടെ മോളിൽ പോകുന്ന ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു. അന്നാരാജൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാല് രേണുസുതിക്ക് ഏതാണ്ട് 5 ലക്ഷം രൂപയോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. അപ്പം ഇതൊന്നും അല്ല, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്ത വീഡിയോ എന്താ വെച്ചാൽ, ഇവരെയൊക്കെ മാതൃകയാക്കി വെറുതെ ഒരു നൈറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ തോർത്ത് വരെ ഇട്ടുള്ള ഫോട്ടോ ഇട്ട്, എന്ന് വെച്ചാൽ പഴയകാല കുലശ്രീ ആയിട്ടുള്ള വീട്ടമ്മ നേരെ സബ്സ്ക്രിപ്ഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചെയ്ത വീഡിയോ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കോടികൾ മേടിച്ചാൽ നമ്മൾ ഒരു 3-4 മാസത്തിനുള്ളിൽ കാണുന്നത് കേരളം ഞെട്ടിപ്പോകുന്ന അവസ്ഥയായിരിക്കും. മിക്ക പെണ്ണുങ്ങളും തുണിയിരുന്ന ഒരവസ്ഥ നമ്മൾ കാണേണ്ടി വരും. ഇന്നലെ രജിസ്ട്രാർ വന്നില്ല, ഇത് കാണേണ്ടി വരും. ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പിന്നെ എന്ത് കാരണത്താലാണ് അശ്വിനിയുടെ അക്കൗണ്ട് പോയെന്ന് നമുക്കറിയില്ല കേട്ടോ. പോയെങ്കിൽ അത് ഒരു പരിധി വരെ നല്ലതാണ്. എന്താ വെച്ചാൽ ഇത് എല്ലാരും ഒരു മാതൃകയാക്കി എടുത്ത് തുടങ്ങില്ലല്ലോ. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ ഇന്ത്യയിൽ തന്നെ തരംഗം സൃഷ്ടിച്ച മലയാളി ഇൻഫ്ലുവൻസർ അശ്വനിയുടെ പർപ്പിളിനാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണാനില്ല. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അക്കൗണ്ട് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 1 കോടി രൂപയ്ക്കടുത്ത് മാസവരുമാനം ഉണ്ടായിരുന്ന അക്കൗണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായത് ആരാധകർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ആരാധകരെ എല്ലുമുറിയെ പണിയെടുക്കുന്ന കാശ് മുഴുവൻ കൊണ്ട് കളയുന്ന കുറെ പ്രവാസികളും ഉണ്ട് കേട്ടോ ഈ കൂടെ. കേരളത്തിൽ തന്നെയുള്ളവരല്ല. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ എന്ന ഫീച്ചർ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച ക്രിയേറ്റർമാരിൽ ഒരാളാണ് അശ്വിനി. മിടുക്കി. സിനിമാ താരങ്ങളായ പേളിയമാണി, പ്രിയ വാര്യർ, അഹാന കൃഷ്ണ തുടങ്ങിയ പ്രമുഖരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് അശ്വിനി ഈ നേട്ടം കൈവരിച്ചത്. 30,000-ത്തിലധികം പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന അശ്വിനി കേരളത്തിലെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇൻഫ്ലുവൻസറാണ്. അത് ശരിയാ കേട്ടോ. കേരളത്തില് ഇത്രയും വരുമാനം കിട്ടുന്ന 399 രൂപയെങ്ങാണ്ടാണ് ഒരാൾക്ക് ചെലവാക്കേണ്ടി വരുന്നത്. പിന്നെ ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കും. അങ്ങനെയൊക്കെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പ്രതിമാസം ഏകദേശം 390 രൂപയാണ് ഓരോ സബ്സ്ക്രിപ്ഷനിൽ നിന്നും ഈടാക്കുന്നത്. പണം നൽകുന്നവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന എക്സ്ക്ലൂസീവ് വീഡിയോകളും ഫോട്ടോകളും സ്റ്റോറികളുമാണ് അശ്വിനെ ഇത്രയധികം ശ്രദ്ധ ആകർഷിപ്പിച്ചത്. കേവലം 1 മാസത്തിനുള്ളിൽ തന്നെ 1 കോടി രൂപയോളം വരുമാനം നേടാൻ ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിലൂടെ അശ്വിനിക്ക് സാധിച്ചിരുന്നു. അഞ്ജിത നായരൊക്കെ യൂട്യൂബിലുള്ളായിരുന്നു. ഇപ്പൊ ഇവരെയൊക്കെ മാതൃകയൊക്കെ അഞ്ജിത തുടങ്ങിയിട്ടുണ്ട്. അഞ്ജിതയാണെ കാണിക്കും എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ വെപ്രാളപ്പെട്ട് 5, 6, 7 വർഷത്തോളം അങ്ങാണ്ടായി അഞ്ജിത നായരുടെ അവിടെ കഴിയുന്നത്. ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാൽ കാണിച്ചേ പറ്റൂ. അപ്പൊ അഞ്ജിതയ്ക്ക് നല്ല വരുമാനമായിട്ടുണ്ട്. അശ്വിനിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നെങ്കിലും അതൊന്നും അവരുടെ വളർച്ചയെ ബാധിച്ചിരുന്നില്ല. ഒരു സിനിമാ താരമോ മോഡലോ അല്ലാതിരുന്നിട്ടും, അത് ശരിയാണ്, ഈ വീട്ടിലേക്ക് ആരും അറിഞ്ഞിട്ടില്ല ഈ ഒരു കുട്ടിയെ ആദ്യമായിട്ട് കടന്നു വരുന്ന. ആവശ്യത്തിലധികം ഭംഗിയും ആകാരവടവും ഉണ്ട് കേട്ടോ, അത് സമ്മതിച്ച് കൊടുക്കണം. ഒരു സിനിമാ താരം മോഡൽ അല്ലായിരുന്നു ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കിയത് സൈബർ ലോകത്തിന് വലിയ ചർച്ചയായിരുന്നു. അക്കൗണ്ട് സസ്പെൻഡ് ആയതോടെ തങ്ങളുടെ പ്രിയപ്പെട്ട ക്രിയേറ്ററുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. കണ്ണിൽ എണ്ണ ഒഴിച്ച് ആരാധകർ കാത്തിരിക്കുന്നതായിട്ടാണ് പറയുന്നത്.
അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെയ്ത വീഡിയോയില് അശ്വനി ഏതോ ഒരു പയ്യനാന്ന് തോന്നുന്നു, പ്രായപൂർത്തി ആയിട്ടില്ലേ ഉണ്ടോന്നറിയില്ല, ആ പയ്യൻ എന്തൊക്കെയോ തെറിയ അനാവശ്യമൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോ ചെയ്ത ഓൺ ദ സ്പോട്ടിൽ അപ്പ തന്നെ അശ്വനി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേരള പോലീസിന്റെ ശുഷ്കാന്തി. കാരണം അമൃത സുരേഷ്, നമ്മുടെ ഹെലനോസ് പാത്ത, അങ്ങനെ ഒത്തിരി സെലിബ്രിറ്റീസും അതും ഇതൊന്നും അല്ലാത്തവരെല്ലാം ഹെലന്റെ മോർഫ് ചെയ്ത് ചിത്രമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതിനെതിരെ എല്ലാം കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനും കോടതി വരാതെ എല്ലാം കയറി ഇറങ്ങിയിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല. ഒരു കാര്യത്തിനും ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യത്തിനും കിട്ടാതെ. അതേസമയത്ത് അശ്വിനി കേസൊന്ന് കൊടുത്തു, സെക്കൻഡുകൾക്കുള്ളിൽ പോലീസ് പിടിച്ച് ആ പയ്യനെ അങ്ങോട്ട് ഇടിച്ചിട്ട് അവനെ കൊണ്ട് എന്തിനു നീ ആ വീഡിയോ ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ അവന്റെ മറുപടി അസൂയ, വെറും അസൂയക്ക് വേണ്ടി, അതായത് ഇത്ര പൈസ മേടിക്കുന്നതിന്റെ അസൂയ കൊണ്ടാണ് വീഡിയോ ഇത്രയും വൃത്തികേടൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തെന്ന് പറയാം. അപ്പൊ അശ്വിനി അതേപ്പറ്റി പറയുന്നൊന്ന് കേൾക്കാം. ഇത്രയും ഫാസ്റ്റ് ആണ് നമ്മുടെ കേരള പോലീസ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഈ റോസ്റ്റ് ചെയ്യപ്പെട്ട ഇരകളുണ്ടല്ലോ, ആ ഇരകൾ വിചാരിക്കരുത് നമുക്ക് നീതി കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനെതിരെയല്ലേ അവര് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങള് എന്താണ് അതൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കരുത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാം. കാര്യം പലരെയും എടുത്ത് ഓരോരുത്തർ റോസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള അതിര് കടന്ന്. അപ്പോ ആ അതിര് കിടക്കുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സമയക്കുറവുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നല്ല സമയമുണ്ട്. അപ്പൊ ഇനി ഈ പുള്ളി ഇട്ട വീഡിയോ 2000 പേരെന്തോ കണ്ടിട്ടുണ്ട്, 100 സംതിങ് പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സേവ് ചെയ്തൊക്കെ വെച്ചോ, എന്നിട്ട് ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ഇരുന്ന് കണ്ടാൽ മതി. പക്ഷേ അതല്ലാതെ അതിനെ എടുത്ത് ഇനിയും റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ട് പർപ്പിളിനെ പറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇനി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെയും ഒക്കെ ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നിനക്കൊക്കെ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്റെ അച്ഛനെ അമ്മയൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങനെ ഇത്രയും സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീക്ക് ഇനി ആ പയ്യനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ആ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആ പയ്യൻ പറയുന്ന മറുപടിയും അതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിരുന്നു. അതൊക്കെ നിയമവിരുദ്ധാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊക്കെ പോലീസുകാർ അനുവാദം കൊടുത്തിരുന്നു. റീച്ചിന് വേണ്ടിട്ട് അല്ല, റീച്ച് എന്നല്ല, പിന്നെ ഒരു രസമല്ല, പിന്നെ പറയണെങ്കിൽ പറ, സത്യസന്ധമായിട്ട് പറ, എന്തിനാ വീഡിയോ ചെയ്ത നീ പറ. അത് സത്യം പറഞ്ഞ അസൂയ ഉണ്ട്. ഇനി ഇതുകൂടാതെ സൈനിക ഉദ്യോഗസ്ഥനുമായിട്ട് കയറി ഉടക്കിയിട്ടുണ്ട്. പുള്ളി ഇതിന്റെ അങ്ങേയറ്റം വരെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് പറഞ്ഞു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട കുറച്ചേറെ നേരമുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് നിയമങ്ങളൊക്കെ. കാരണം ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ID കാർഡ് ഉപയോഗിച്ച് ട്രോള് കടന്നിട്ട് അതെടുത്ത് സ്റ്റോറി ഇട്ട് അങ്ങനെയൊക്കെ കളിച്ചായിരുന്നു. അതായത് അങ്ങനെ ഒരാൾക്ക് അമ്മാനമാടാനുള്ള അല്ല രാജ്യത്തിന്റെ സ്വത്തെന്ന് പറയുന്ന പോലെ സൈനികരുടെ കാര്യങ്ങളൊക്കെ. അത് നിയമങ്ങൾ എന്തൊക്കെ പറഞ്ഞാണ് എന്ന്. കാരണം ആ കാർഡ് ഇനി മറ്റെന്തെങ്കിലും രാജ്യവിരുദ്ധ കാര്യത്തിന് വേണ്ടി വേണേലും ഉപയോഗിക്കാൻ പറ്റും. ഇയാളുടെ കാർഡ്, ആ കാർഡ് അയാൾ അങ്ങനെ കൊടുത്തത് ശരിയായില്ല, അത് ഉപയോഗിച്ചൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. ട്രോള് കൊടുക്കാതെ കടന്നു പോകാൻ വേണ്ടി മറ്റൊരാളുടെ സൈനിക ഉദ്യോഗസ്ഥന്റെ കാർഡ് ഉപയോഗിക്കാന്ന് പറഞ്ഞാലും നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്തിട്ട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ആളെ ചീത്ത പറയുന്ന പോലെ കളിയാക്കിയൊക്കെ വിട്ടപ്പോൾ അങ്ങേര് കേസിനായിട്ടോ എന്തൊക്കെയോ ആയിട്ട് ഇതിന് പോയിട്ടുണ്ട്. ഇനി അതിന്റെ ഭാഗമായിട്ട് വല്ലതും അക്കൗണ്ട് ക്ലോസ് ചെയ്താണോ എന്നുള്ള അറിയില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമാണ്. ഈ പയ്യനെതിരെ കേസ് കൊടുത്തതിന്റെ കൂടെ അശ്വിനി പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത്, എന്നെ അങ്ങനെ ഒന്നിനും നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണേലും യൂട്യൂബിലാണേലും പൂർണ്ണ നഗ്നത കാണിച്ച പ്രശ്നമാണ്. അതേപോലെ തന്നെ ഇപ്പൊ ചോര എവിടെയെങ്കിലും ബ്ലഡിന്റെ ഇതൊക്കെ കാണിച്ച ഒരു കളർ കണ്ടാലും മതി, ചിലപ്പം അവർ അക്കൗണ്ട് അടിച്ചു കളയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാണോന്നറിയില്ല. ഇനി ഇതൊന്നും അല്ല, ഈ 1 കോടി രൂപ ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരാൾ സമ്പാദിച്ചു, ഇൻസ്റ്റാഗ്രാം പോലും അന്തം വിട്ടുപോയി വല്ലതും സംഭവിച്ചാണോന്നറിയത്തില്ല. കാരണം അവര് ഈ സബ്സ്ക്രിപ്ഷൻ ആലോചിച്ച് ഈ മലയാളി പെണ്ണുങ്ങൾ ഈ തുണി ഇല്ലാതെ സീൻ കാണിക്കാനല്ല സത്യത്തിൽ അവരതിന് വേണ്ടി. ഞാൻ ഉച്ചയ്ക്ക് ചെയ്ത വീഡിയോ പറഞ്ഞു, അവരെന്താണെന്ന് വെച്ചാൽ ബിഗൈൻഡ് ദ സീനോ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വീഡിയോയ്ക്ക് മുന്നേ ഉള്ള എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറ്റുന്ന കോമഡി ആയിട്ടുള്ളതൊക്കെ എടുത്തിടുക എന്നൊക്കെയുള്ള രീതിയായിരിക്കും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരെ കാണിക്കാം എന്നുള്ള രീതി എങ്ങാണ്ടാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ മലയാളി പെണ്ണുങ്ങളുടെ ഓവർ സാമർത്ഥ്യം കൊണ്ട് തുണി പറിച്ച് കാണിച്ച് കാശുണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ചു. അതിന്റെ വല്ലോ ഇനി അവർ നിയമം തിരുത്താനോ എന്താണെന്ന് അറിയത്തില്ല. എന്താണേലും അക്കൗണ്ടേ കാണാനില്ല, അക്കൗണ്ടിൽ ഫോളോവേഴ്സിനെ കാണിക്കാനില്ല, അക്കൗണ്ടേ കാണാനില്ല. അങ്ങനെയാണ് അക്കൗണ്ട് കളഞ്ഞാൽ വരിക. അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ ഇന്നലെ അന്നാരാജൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട് മാതൃകയാക്കി തുടങ്ങിയത്. ഒറ്റ ഇതുകൊണ്ട് തന്നെ 2.5
ലക്ഷം രൂപയോളം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. കാരണം ഇതിനെ വെച്ചാൽ വളർന്നു വരുന്ന പെൺകുട്ടികളാണെങ്കിൽ ഇത് നോക്കുമ്പോൾ വേർപ്പ് അനങ്ങാതെ, ശരീരം അനങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം. അതിൻ്റെ അകത്ത് വലിയ എത്തിസം ആദർശമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പൈസയ്ക്ക് പൈസയല്ലേ വേണ്ട, പണത്തിന് പണം വേണ്ട എന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിലോട്ട് വഴുതിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അക്കൗണ്ടൊക്കെ പോകുന്നത് നല്ലത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇത് മാതൃകയാക്കി ഇറങ്ങി വരും. ഇതേപോലെ തന്നെ ലൈവ് നടത്തി, മെമ്പർഷിപ്പ് നടത്തി യൂട്യൂബിൽ ഇതേപോലെ പൈസ ഉണ്ടാക്കുന്ന കുറെ അമ്മച്ചിമാര് തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ കൈമുതൽ ശരീരം കുറെ ഏറെയുണ്ട്. ചുമ്മാ അങ്ങ് കുറെ ശരീരം മാംസപിണ്ഡം പോലെ ഉണ്ട്. അതങ്ങ് എടുത്തിട്ടങ്ങ് കാണിക്കുക ചെയ്യുന്നത്. അത് പോയി കാണാൻ കുറെ ജനങ്ങളും. ശരിക്കും പ്രവാസികൾ എന്തോരം കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നവര്. അവര് പ്രവാസികളെ കുറിച്ച് വർഷങ്ങളോളം പ്രവാസിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ വർഷങ്ങളോളം നിൽക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ നാടുമായിട്ട് അവർക്ക് പിന്നെ പൊരുത്തപ്പെടാൻ മേല വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വ്യത്യാസമാണ്. അന്ന് അവിടെ പോയി അതുപോലെ കിടന്ന് എല്ല് വെള്ളമാക്കുക, പല്ലുമുറിയെ പണിയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പണിതുണ്ടാക്കുക. എന്നിട്ട് ഒരു ടൈം പാസ് പോലെ ആയിരിക്കും ഇവരിത് കണക്കാക്കുന്നത്, ഈ പ്രവാസികൾ. എന്നിട്ട് പക്ഷെ അവർ മനസ്സിലാക്കണ്ടോ, ഇതുപോലെ പണിയെടുക്കുന്ന കാശ് ഇവളുമാര് ചുമ്മാ മേടിച്ചെടുക്കുമല്ലേ, വെറുതെ എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ചു. അശ്വിനി ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന കുറെ സീനുകൾ കാണിക്കാം. ഇതിന്റെ ഇച്ചിരൂടെ ഡിഗ്രി കൂടിയതായിരിക്കാം. സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുക. ശരിക്കും ഇത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കതും അർച്ചനി ആ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പോയി നിന്ന് കുളിക്കുന്ന ഇതാണ് ഈ എടുത്തോണ്ടിരിക്കുന്നത് എപ്പോഴും. ഒരു 10 മിനിറ്റ് 15, ആ കുട്ടി തന്നെ എഡിറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 10-15 മിനിറ്റ് നിന്ന് ചുമ്മാതെ നിന്ന് ഇതുപോലത്തെ ഒരു വേഷം കെട്ടിയൊന്ന് കാണിച്ച് വിടുന്നതിന് ഇതൊന്ന് കാണാൻ വേണ്ടി പോയി പൈസ അടച്ച് അതിന്റെ ചോട്ടിൽ പോയി മരവാഴ കണക്കിന് കുത്തിയിരുന്ന് കണ്ട് ആസ്വദിച്ചിരുന്ന അതിന്റെ സുഖം ഒരു സുഖം തന്നെയാണ്. അത് നടത്തിഞ്ഞ് പോരുമ്പോ കയ്യിലിരിക്കുന്ന കാശ് അവിടെ പോയേ ചിലപ്പോൾ ഒരു വയറ് നിറച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ആ ഭാഗം കൂടെ ഒതുക്കിയിട്ടായിരിക്കും പ്രവാസികളൊക്കെ ഇത് പോയിരുന്ന് കാണുന്നത്. ഇതിൽ ആരാണ് വിഡ്ഢിയാവുന്നത്? ശരിക്കും ആണുങ്ങളല്ലേ വിഡ്ഢിയാവുന്നത്? എന്ത് വിഡ്ഢിവേഷമാണ് നിങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? പുരുഷന്മാരൊന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവരൊക്കെ വെറുതെ മെയ്യനക്കാതെ റീൽസ് എടുക്കാൻ എന്ത് സമയം എടുക്കുന്നുണ്ട് ഇവര്? 10 മിനിറ്റ് പോലും എടുക്കല്ല. അത് എഡിറ്റ് ചെയ്യാനും 10 മിനിറ്റ് ഒക്കെ മതി. അതിനുള്ളിൽ നിങ്ങളുടെ കാശ് അടിച്ചു മാറ്റി അവരൊക്കെ നാളെ മറ്റേ വെളിയിൽ ഇറങ്ങാത്ത കാറിൽ, നല്ല ഏറ്റവും ആഡംബര കാറിൽ, ഓടിയിലോ പോർഷെ പനമേരയിലോ എവിടെയെല്ലോ ഒക്കെ കയറി അവരിങ്ങനെ നടക്കും. നിങ്ങൾ അപ്പോഴും അവിടെ ഇതേപോലെ വെയിൽ കൊണ്ട് പണിയെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. വേറെ വല്ല പണിയും നോക്കുന്നേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ.